ഏതായാലും ഡെയ്സി ടീച്ചറുടെ സ്റ്റഡി ക്ലാസ് കൊണ്ട് അങ്കിളിനും ആൻറ്റിക്കും പ്രയോജനം ഉണ്ടായെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പോ ടീച്ചർ ഇതൊരു പതിവാക്കി കളയോ എന്നുള്ള കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. പതിവാക്കിയാലും ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ ജോ. ഡെയ്സിയുടെ പ്രസൻസ് ഞങ്ങൾക്ക് തന്ന റിലാക്സേഷൻ അത്ര വലുതാ. എന്നെക്കുറിച്ച് ആരെങ്കിലും നല്ലത് പറയുന്നത് ഇവൻ ഇഷ്ടമല്ല വിജയ്. ചെറുക്കന് ഭയങ്കര അസൂയ. അതൊക്കെ ജോബിൻ വെറുതെ പറയുന്നല്ലേ ഡേസി. ഇതുപോലൊരു അമ്മയെ കിട്ടിയതാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ജോബിന് നന്നായിട്ടറിയാം. യു സെഡ് ഇറ്റ് ആൻറ്റി. അക്കാര്യത്തില് ഞാൻ ഭയങ്കര ലക്കിയ. ഒരുപക്ഷെ മറ്റാരെക്കാളും. മതി മതി എന്നെ പുകഴ്ത്തിയത്. പിന്നെ വിജയ്, പരസ്പരമുള്ള മനസ്സിലാക്കല് തന്നെയാണ് എല്ലാ റിലേഷന്റെയും സ്ട്രോങ് ബേസ്. അത് വിജയോടും ഗീതയോടും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. കുട്ടികൾ തമ്മിലുള്ള പിണക്കോ ഇണക്കോ ഒക്കെ അവർ തമ്മിൽ തീർത്തോട്ടെ. അതിലേക്ക് നമ്മൾ മുതിർന്നവർ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. അശ്വതിയും മുരളിയുമായി വിജയും ഗീതയും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന ആശയക്കുഴപ്പങ്ങളേ ഉള്ളൂ. വിജയ് വിചാരിച്ചാൽ ഈ പ്രശ്നം വളരെ ഈസിയായി സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരാൾ അല്പം തോറ്റു കൊടുക്കുന്നതുകൊണ്ട് ഒരു നല്ല സൗഹൃദവും സ്നേഹവും നഷ്ടപ്പെടാതിരിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. നിങ്ങളൊന്ന് ഇനിഷ്യേറ്റീവ് എടുക്ക. മമ്മി വിഷമിക്കണ്ട. അടുത്ത തവണ നമ്മൾ വരുമ്പോ രണ്ടു കൂട്ടരും ഒരുമിച്ചായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത്. അല്ലേ അങ്കിൾ? ജോബിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മാത്രം പോരാ, അതിനുള്ള ശ്രമങ്ങളും ഉണ്ടാവണം. എന്നാ ഇറങ്ങട്ടെ വിജയ്. ഗീത, മോള് വരുമ്പോ ഞാൻ അവളെ അന്വേഷിച്ചതായിട്ട് പറയണം. പറയാം. ശരി എന്നാ. ശരി. എന്താ ആന്റി ആദ്യമായിട്ട് കാണുന്ന പോലെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന? സംശയിക്കണ്ട, ഞാൻ ആള് തന്നെയാ. മോളെ, നിങ്ങൾ ഒരുമിച്ചാണ് വന്നതെന്ന് മുരളി അശ്വതി അറിഞ്ഞാൽ? അതൊന്നും ഓർത്ത് ആന്റി അങ്കിളും ടെൻഷൻ അടിക്കണ്ട. ഞങ്ങള് പഴയ അപ്പുമാളും അവൻ തീരുമാനിച്ചു, അല്ലേ അപ്പു? ആന്റിയുടെ സംശയവും ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ മുത്തശ്ശിയുടെ കാര്യം, അതിനി പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. അങ്കിൾ, അപ്പു പറഞ്ഞ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് ഞങ്ങൾ കാരണാണല്ലേ അങ്കിളിനും അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഐ എം സോറി അങ്കിൾ. സോറി പറയാൻ മാത്രം മോള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഒക്കെ ഞങ്ങളുടെ ഭാഗ്യക്കടാ. 10-23 കൊല്ലം നല്ല സൗഹൃദത്തിൽ കഴിഞ്ഞവർ തമ്മിൽ പിരിയാനും അകലാനൊക്കെ സമയമായിരിക്കുന്നു. അങ്ങനെ കരുതി സമാധാനിച്ചോളാം ഞങ്ങൾ. എല്ലാവരും എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അത് ശരിയാ മോളെ. തമ്മിൽ പിരിയാനും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവണ്ടേ? അതുകൊണ്ടാവും ദൈവമായിട്ട് ഞങ്ങളുടെ മോക്ക് ഇങ്ങനെയൊക്കെ തോന്നിച്ചത്. ഒരിക്കലും അല്ല ആന്റി, നമ്മളാരും പിരിയാനോ അകലാനോ ഒന്നും പോകുന്നില്ല. അപ്പു ഇങ്ങനൊരു തീരുമാനം എടുത്തു. എല്ലാവരുടെയും കണ്ണില് അത് വലിയ കുറവോ അപരാധമോ ആയിരിക്കാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണിപ്പോഴും. അതൊന്നും അവളുടെ മാത്രം തെറ്റോ കുറ്റോ ആയി കാണാൻ കഴിയില്ലല്ലോ അങ്കിൾ. അപ്പുവിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനൊരു ലൈഫ് തെരഞ്ഞെടുക്കാൻ ഇവൾക്ക് ഇവളുടേതായ കാരണങ്ങളുണ്ട്. വേണ്ട മോളെ, നീ അപ്പുവിനെ ജസ്റ്റിഫൈ ചെയ്യണ്ട. എന്ത് കാരണത്തിന്റെ പേരിലായാലും അവൾ ഞങ്ങളോട് ഈ കാണിക്കുന്നത് നീതീകരണമില്ലാത്ത കാര്യമാണ്. ഞങ്ങളോട് മാത്രമല്ല, അവളോടും മറ്റെല്ലാരോടും. വിട്ടേക്ക് മാളു. എൻ്റെ മനസ്സെന്താണെന്ന് നിന്നെപ്പോലെ മറ്റാർക്കും മനസ്സിലാവില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാ. ഇനി ആരെയും പറഞ്ഞു തിരുത്താന്ന്
വലിയ പ്രതീക്ഷയൊന്നും നിനക്ക് വേണ്ട. അങ്കിൾ, ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പുനെ ഞാൻ ന്യായീകരിക്കൊന്നുമല്ല. എന്നാലും ഇതിന്റെ പേരിൽ എല്ലാരും അവളെ ഒറ്റപ്പെടുത്തുന്നത് കഷ്ടമാണ്, ക്രൂരതയാണ്. എല്ലാവരുടെ നിർബന്ധത്തിന് വഴങ്ങി കൂട്ടുപേക്ഷിച്ചവരാണ് ഞങ്ങള്. പക്ഷെ ഇന്ന് കോളേജിൽ എല്ലാരും കൂടി അപ്പുനെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന കണ്ടപ്പോ പിടിച്ചു നിൽക്കാനായില്ല എനിക്ക്. അതുകൊണ്ടാ അപ്പു വിലക്കിയിട്ടും ഞാനായിട്ട് മുൻകൈ എടുത്ത് അവളോടൊപ്പം വന്നത്. അത് വേണ്ടിയിരുന്നില്ല മാളു. നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒന്നും ഒരിക്കലും ഇനി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അംഗീകരിക്കില്ല. അവർ മാത്രമല്ല, പേഴ്സണലായിട്ട് പറഞ്ഞ ഞാനും. കാരണം ഈ ഫ്രണ്ട്ഷിപ്പിന് സൊസൈറ്റി മറ്റൊരു തരത്തിലേ വ്യാഖ്യാനിക്കൂ. എൻ്റെ മോൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷേ നിന്റെ ലൈഫിനെ അത് ബാധിക്കും, വല്ലാതെ ബാധിക്കും മാളു. ദേവിപി, ഇതൊന്നും ശരിയായ നടപടിയല്ലെന്ന് പല തവണ സ്നേഹത്തിന്റെ ഭാഷ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. നിങ്ങൾ രണ്ടുപേരും അത് അക്സെപ്റ്റ് ചെയ്തുവാ. നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ എങ്ങനെ വേണേ വളർത്താം, ആണായിട്ടോ പെണ്ണായിട്ടോ, അതെങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ എന്റെ മോളെ എങ്ങനെ വളർത്തണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അതി മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അച്ഛാ, അച്ഛൻ വെറുതെ അങ്കിളിനോട് ദേഷ്യപ്പെടണ്ട. അങ്കിളും അപ്പു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അപ്പുവിനോട് അങ്ങോട്ട് പോയി കാറി ഇരിക്കടി, പോകാനാ പറഞ്ഞേ. എന്താ മുരളി കാണിച്ച്? എന്തിനാ അവൾ തല്ലിയത്? നിങ്ങളുടെ മോള് കാരണം എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. വിപി, ഇത് അവസാനമായിട്ട് പറയാ. ഇനി ഇങ്ങനെ വരാനും സംസാരിക്കാനും നിങ്ങളോ നിങ്ങളുടെ മോളോ ആയിട്ട് ഒരു അവസരം ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. നീ കാരണം ആഗ്രഹിച്ചുണ്ടാക്കിയ വീട് പോലും വിറ്റ് ഇവിടുന്ന് നാടുവിടാൻ തീരുമാനിച്ചിരിക്കുക ഞങ്ങള്. കച്ചവടം ഉറയ്ക്കുന്നിടം വരെയുള്ള ശല്യമേ ഞങ്ങളെ കൊണ്ട് ഇനി ഉണ്ടാവുള്ളൂ. അതുവരെ ഞങ്ങൾ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. അപേക്ഷയാണ്, ഉപദ്രവിക്കരുത്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ.